രമ്യ എനിക്ക് ഇതുവരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും കഴിയില്ലെന്നാ എനിക്ക് തോന്നുക. അത് മാത്രമല്ല, എന്റെ സ്വഭാവവും രമ്യയുടെ സ്വഭാവവും തമ്മില് ഒരിക്കലും ചേർന്ന് പോവില്ല. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞ 24 മണിക്കൂറും ഈ വീട്ടില് വഴക്കായിരിക്കും. അതുകൊണ്ട് അത് ശരിയാവില്ല അച്ഛാ. പിന്നെ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളും അവരുടെ വീട്ടുകാരുടെ നിലപാടുകളും എനിക്കതൊന്നും യോജിച്ചു പോകാൻ പറ്റില്ല. എടാ ജയ, ഇവൻ പറഞ്ഞൊക്കെ നീ കേട്ടില്ല? ഓ കേട്ടച്ച. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാടി. അച്ഛാ, ഇന്ന് ദിവ്യയുടെ അമ്മ വർമ്മ സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് ദിവ്യയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങുമൊക്കെ നടത്തണമെന്ന് അവര് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് വർമ്മ സാർ എന്ത് പറഞ്ഞു? അച്ഛാ, വർമ്മ സാറ് പറഞ്ഞത് അവിടെ വർമ്മ സാറിന്റെ വീട്ടിൽ വെച്ച് ആ ചടങ്ങ് നടത്താന്ന. നന്നായി. ഒരു കുഞ്ഞിന്റെ ജന്മം, അതും ഒരു പിതൃത്വം നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ മുന്നോട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ പ്രശ്നത്തില് നീ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് അംബികാമോടും ദീപക്കും വേറെ വഴിയില്ലാതെ ആ കുഞ്ഞ് ദീപക്കിന്റേതാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും അത് സമ്മതിക്കില്ലായിരുന്നു. ഇനി മുന്നോട്ട് ദിവ്യയുടെ കുഞ്ഞ് ദീപക്കിന്റേതല്ലെന്ന് തെളിയിക്കാൻ അവരെന്ത് കളിയും കളിക്കും. അംബിക മാഡം അങ്ങനെയാ. അവരൊരു ക്രൂരയാ, മനസാക്ഷിയില്ലാത്ത ഒരു രാക്ഷസിയാ. അതേച്ചാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദിവ്യയുടെയും കുഞ്ഞിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തില് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആ കൊച്ചിന്റെ ജനന സമയവും ജനന തീയതിയും ഒന്ന് കുറിച്ച് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഇതാണ് സാർ. ലാ, 14 വയസ്സ് വരെ ആ കൊച്ചിന് കഷ്ടകാല. അത് കഴിഞ്ഞ് ആ കുഞ്ഞിന് സമാധാനം ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചത് ദീപക്കിന് ഭാഗ്യ. ദീപക്ക് എന്നാ കുഞ്ഞിനെ അംഗീകരിക്കുന്നുവോ അന്ന് മുതല് ദീപക്കിന്റെ സമയം തെളിയും. അതൊരിക്കലും നടക്കുമെന്ന് തോന്നില്ല സാർ. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലേ ദീപക് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അംബിക മേഡത്തിനേക്കാളും ദുഷ്ട മനസ്സാ അവന്റേത്. ദുഷ്ടമനസ്സെന്നൊക്കെ പറയട്ടെ എന്താ കാര്യം? നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഇല്ലേ? എടാ, സാമ്പത്തികം മാത്രം നോക്കിയാൽ മതിയോടെ കഴുതേ. ഒരു മനുഷ്യന് ജീവിക്കാൻ സമ്പത്തിനേക്കാളും എത്ര എത്ര കാര്യങ്ങളുണ്ട്. അല്ല, നിന്നോടാരിപ്പോ അഭിപ്രായം ചോദിച്ചത്? നീ പോയി കിടന്ന് ഉറങ്ങടാ. ഉറങ്ങാനോ? എനിക്ക് വിശക്കുന്നു. എനിക്കെന്തെങ്കിലും കഴിക്കണം. എടാ, നീ ഇപ്പൊ അകത്ത് കയറിപ്പോ. കറിയാവുമ്പോ ഇവിടെ നിന്നെ വിളിച്ചോളൂ. പ്രിയ, നീ അവനെ വിളിച്ചിട്ട് പോയേ. രാജു, അവൻ എന്നെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. മാഡം ഫോൺ എടുത്ത് സംസാരിക്കേ. അവനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവന്റെ കോൾ കട്ട് ചെയ്യാൻ പോവാ. മാഡം മാഡം കട്ട് ചെയ്യില്ല മാഡം, എടുത്ത് സംസാരിക്കേ. ഇല്ല, ഞാൻ കോൾ കട്ട് ചെയ്യും. ഇവിടെന്താ കോള് കട്ട് ചെയ്യുന്നത്? കോൾ വെയിറ്റിംഗിലാണല്ലോ. ആരോടാ സംസാരിക്കുന്നത്? ഫ്രണ്ട്സിനോട് ആരെങ്കിലും ആയിരിക്കും. കോള് കട്ട് ചെയ്താ റോഹൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കില്ലേ?
പോരാത്തതിന് മാഡത്തിന്റെ കോള് വെയിറ്റിംഗിലും. മാഡം കോൾ എടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെന്ന് പറയായിരുന്നു. അതായിരുന്നു ബെറ്റർ. അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇന്നലെ വന്നൊരു കൊച്ചു പയ്യൻ എന്നിട്ട് എന്റെ ഫോണിലേക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു, അതും രാത്രിയില്. രാത്രിയിൽ അവന്റെ ഫോൺ എടുക്കേണ്ട കാര്യം എനിക്കില്ല. മാഡം വെറുതെ വഴക്കുണ്ടാക്കല്ലേ. മാഡം എന്റെ കോള് കട്ടി റോഹൻ ഇനിയും വിളിച്ചു കഴിഞ്ഞാ വെയിറ്റിംഗിലാണെന്ന് കാണിക്കില്ലേ? മാഡത്തിന് തെറ്റിദ്ധരിക്കും. ഞാൻ കോള് കട്ട് ചെയ്യാൻ പോവാം മാഡം. ഇനി വിളിക്കുകയാണെങ്കിലും മാഡം റോഹനോട് സംസാരിക്കും. രാജു, കൂളായിട്ട് സംസാരിച്ചാ മതി. ഉറക്കം വരികയാണെന്നോ ഉറങ്ങാൻ പോവാണെന്നോ നാളെ സംസാരിക്കാന്നോ എന്നും വല്ലതും പറഞ്ഞോ? ശരി രാജു, ഞാൻ അങ്ങനെ ചെയ്യാം. ശരി മാഡം. റോഹന്റെ കയ്യിൽ നിന്നും ഋതിക മാഡത്തെ രക്ഷിക്കാൻ എന്താ വഴിയുള്ളത്? ഡയറക്റ്റായിട്ട് ഇടപെട്ടാൽ ശരിയാവില്ല. എന്തേലും വഴി കണ്ടെത്തണം. പാവം മാഡം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കും.